10 ദിവസമായി ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ തിരിഞ്ഞുവിട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെയും തീരദേശ മേഖലയിലെ വാസികളെയും ആകെ അപമാനിക്കുന്ന നിലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഈ സെർച്ച് നടത്തുന്നത് നേവിയും കോസ്റ്റ് ഗാർഡാണ്. അവർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന, അവർ എത്രയോ കാലമായി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷനാണ്. ഇതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കോർഡിനേറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് അവർ ഫോൺ ചെയ്തപ്പോൾ അന്ന് തന്നെ ഡിഫൻസ് മിനിസ്റ്ററോട് സംസാരിച്ചു, പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും ഹോം മിനിസ്റ്ററുടെ ഓഫീസോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ് നേവിയും കോസ്റ്റ് ഗാർഡ് വഴി അത് അന്ന് തന്നെ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയാണെന്നറിയാം? 148. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. നമസ്കാരം. കുടുംബം പോറ്റാൻ കടലിൽ പോയ 3 പേർ. പുല്ലുവിള സ്വദേശി ജോൺ, അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണ. 10 ദിവസമായിട്ടും അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ആ കുടുംബങ്ങൾക്ക് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി. തങ്ങളുടെ ഉറ്റവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് അവർക്ക് തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വന്നു. തെരച്ചിലിൽ വീഴ്ചയില്ല എന്ന് പറയാൻ മുൻ സർക്കാരിന്റെ കാലത്ത് കാണാതായവരുടെ എണ്ണം നിരത്തുന്ന മുഖ്യമന്ത്രി ഇന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖം തിരിച്ച് കടന്നുപോയി. കടലിൽ പോയാൽ കിട്ടാൻ ദിവസങ്ങളെടുക്കുമെന്ന് പറയുന്ന മറ്റൊരു മന്ത്രി, തിരിഞ്ഞു നോക്കാത്ത വകുപ്പ് മന്ത്രി. കടുത്ത വേദനയിലും മത്സ്യത്തൊഴിലാളികൾ മനുഷ്യരല്ലേ എന്ന് ചോദിക്കേണ്ടി വന്നു ആ കുടുംബങ്ങൾക്ക്. അവർക്ക് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. അതിന് സമൂഹ മാധ്യമ വിചാരണ നേരിടുകയാണ് ഇപ്പോൾ അവർ. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ അവസ്ഥ. സംസ്ഥാനം നേരിട്ട വൻ പ്രളയങ്ങളിൽ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി 10,000-കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയ സേന. അവരിൽ ഒരാളെ കാണാതായാൽ ആ നോവ് കേരളം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാത്തത് എന്താണ്? വോട്ടിനുള്ള വില പോലും മത്സ്യത്തൊഴിലാളികളുടെ ജീവനില്ലേ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ലിനോ ഇഗ്നേഷ്യസ് കോസ്റ്റൽ യൂത്തിനെ പ്രതിനിധീകരിച്ച്, ഡി സുരേഷ് കുമാർ CPM-നെ പ്രതിനിധീകരിച്ച്, ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, എസ് നന്ദു BJP പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ലിനോ ഇഗ്നേഷ്യസ്. 10 ദിവസമായി കണ്ണീരുണങ്ങാതെ തീരം കാത്തിരിക്കുകയാണ് അവരുടെ മടങ്ങി വരവിനായി. ഇന്ന് പൂർണ്ണതോതിൽ മനുഷ്യസാധ്യമായ എല്ലാ വിധത്തിലും തെരച്ചിൽ നടക്കുന്നു എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തിരച്ചിലിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? ലിനോ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. നമസ്കാരം. ഇന്ന് വളരെ പ്രതിസന്ധി നിറഞ്ഞതും വളരെ വലിയ ഒരു വിഷമഘട്ടത്തിലും കൂടെയാണ് തീരദേശ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടല്ല ഞങ്ങളുടെ തീരദേശ സമൂഹത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളി ജീവനുകൾ കടലിൽ മീൻ പിടിക്കാൻ പോയതിന്റെ പേരിൽ പൊലിഞ്ഞുപോയത്. ഇത് തികച്ചും സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥത തന്നെയാണ്. ഞാൻ ഇപ്പൊ പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരിനെയോ നേരത്തെ ഇരിക്കുന്ന സർക്കാരിനെയോ ഏതോ UDF LDF ആയിട്ടല്ല. ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത് സിസ്റ്റത്തെ മാത്രം. ഇപ്പോഴുള്ള സർക്കാരിന്റെ വാദം എന്തെന്നാൽ, ഞങ്ങൾ വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വന്നിട്ട് അതേ 3 മാസമായി, പക്ഷെ ആ സിസ്റ്റം ഇപ്പോഴും അവിടെ തുടരുകയാണ്. ആ ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ കണ്ട ഫിഷറീസ് DD ആണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ കാണുന്ന കളക്ടർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഞാൻ കാണുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡ് തന്നെയാണ് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തോടാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി ജീവനുകൾ സംരക്ഷിക്കാനാവുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകാനാവുന്നില്ല? ഈ ഒരു ചോദ്യമാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്. രണ്ടാമത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തിരച്ചിൽ സംബന്ധമായ കാര്യം. തിരച്ചിൽ സർക്കാർ സംവിധാനങ്ങൾ പറയുന്നു വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, വളരെ നല്ല തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സർക്കാർ സംവിധാനങ്ങളുടെ വാദം അതാണ്.
ഞങ്ങൾ ചോദിക്കുന്നത്, ഈ സംഭവം നടന്ന് ആദ്യ ദിനം മുതൽ നിങ്ങളുടെ തിരച്ചിൽ എന്തായിരുന്നു? ഈ ഗോൾഡൻ അവേഴ്സിൽ, അതായത് സംഭവം നടന്ന ആ സമയം മുതൽ, അതായത് ഗോൾഡൻ അവേഴ്സ്, ഒരു മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട സമയം, ആ സമയത്ത് എവിടെയായിരുന്നു തിരച്ചിൽ? ആ സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തിരച്ചിൽ നടത്താൻ വേണ്ടി ബോട്ട് പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ കളക്ടറെ കണ്ടായിരുന്നു ഈ കഴിഞ്ഞ 6-ാം തീയതി. കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത്, ആ ദിവസം ബോട്ടിന്റെ ടെൻഡർ അവസാനിച്ചു, റെസ്ക്യൂ ഓപ്പറേഷൻ ഇറക്കാൻ വേണ്ടി ബോട്ടില്ല, ഡീസൽ ഇല്ല, കോൺട്രാക്ട് തീർന്ന ആളെ കൺവിൻസ് ചെയ്താണ് റെസ്ക്യൂ ഓപ്പറേഷന് ബോട്ട് DDയുടെ സ്വന്തം റിസ്കിൽ ഇറക്കിയതെന്നാണ് കളക്ടർ പോലും അവകാശപ്പെടുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതിനായി ഒരു ബോട്ടോ ഒരു സംവിധാനമോ ഒരു പ്രോപ്പർ SOP പോലും ഇല്ല. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണം, അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ക്രൈസിസ് നേരിടാൻ വേണ്ടി ഇവർ സജ്ജരായിരിക്കുമായിരുന്നു. സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഇന്നിതുവരെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയോ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആപത്തുണ്ടാകുമ്പോൾ അതിന് ആ ക്രൈസിസ് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഇന്നിതുവരെ സജ്ജമായിട്ടില്ല. ഓഖി തന്നെ നമുക്കൊരു പാഠമാണ്. ഓഖി ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓഖി ദുരന്തം 2017 സംഭവിച്ച ഓഖി ദുരന്തത്തിൽ പോലും ക്രൈസിസ് മാനേജ്മെന്റിൽ സർക്കാർ സിസ്റ്റവും എത്രമാത്രം ഫെയിലിയർ ആയിരുന്നു. ഇപ്പോൾ ഇവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ സെർച്ച് നടത്തുന്നുണ്ട്. ആ സെർച്ച് പോലും ഇൻഎഫിഷ്യന്റ് ആണ്. ഈ കഴിഞ്ഞ 5-ാം തീയതി ഞങ്ങൾ സർക്കാർ ഓഫീസ്, അതായത് ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ജോണങ്ങളുടെ മകൾ ജിജിയും ജിനിനും ജിത്തുമോളും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള കുറച്ച് യുവജനങ്ങൾ ചേർന്ന് സർക്കാർ ഓഫീസ് ഉപരോധിച്ചതിന്റെ ഫലമായി കൂടെയാണ് അവർ 5-ാം തീയതി കൃത്യമായ ഒരു സെർച്ചിൽ മുതിരുന്നത്. അതിലെനിക്ക് പ്രത്യേകം നന്ദി പറയേണ്ടത് ഈ മാധ്യമ സുഹൃത്തുക്കളോടും മാധ്യമ ചാനലുകളോടുമാണ്. ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് നടത്തിയ ആ ഒരു പോരാട്ടത്തെ മുഖ്യധാരയിൽ എത്തിക്കുകയും കേരളത്തിൽ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് സമരം ചെയ്താൽ മാത്രം നീതി ഉറപ്പാക്കുന്ന ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം എന്ന് തെളിയിച്ചു. സമരം ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നൊരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഈ സമൂഹത്തിനെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ശബ്ദം വച്ചില്ല എങ്കിൽ, ഞങ്ങളുടെ നീതി ഞങ്ങൾ ചോദിച്ച് വാങ്ങിയില്ല എങ്കിൽ ഞങ്ങളുടെ സമൂഹത്തെ തിരിഞ്ഞു നോക്കാൻ ഇന്ന് ഒരു സർക്കാരും തന്നെ ഇവിടെ ഇല്ല. ലിനോ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ ഈ വിഷമഘട്ടത്തിലും തള്ളിവിട്ടു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ ഊർജിതമാണോ, പിഴവുകൾ ഇല്ലാത്തതാണോ, അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ നടക്കുന്ന തിരച്ചിലിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ആ പ്രക്ഷോഭത്തിന് ശേഷം 4-ാം തീയതി സർക്കാർ ഓഫീസ് ഉപരോധിച്ചതിന് ശേഷമുള്ള പ്രക്ഷോഭത്തിന് ശേഷം ഇവർ നടത്തിയ തിരച്ചിൽ 5-ാം തീയതി DD രാവിലെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. DD കോണ്ടാക്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: 3 മണിക്കൂർ എയർക്രാഫ്റ്റിന്റെ സെർച്ച് ഉണ്ടാകുമെന്ന്. അതായത് തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ 3 മണിക്കൂർ എയർക്രാഫ്റ്റിന്റെ സെർച്ച് ഉണ്ടാകുമായിരുന്നു. ആ നിമിഷം തന്നെ ഞങ്ങൾ റഡാർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ വിമാനം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് മൊത്തത്തിൽ ഇതിന്റെ സെർച്ച് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരുന്നു. ഫ്ലൈറ്റ് റഡാറിൽ തന്നെ അതിന്റെ ഡേറ്റ ഉണ്ട്, എനിക്കിപ്പോ കാണിക്കാൻ സാധിക്കും. അതിൽ അരമണിക്കൂർ കൊച്ചിയിൽ നിന്ന് ഇവിടെ വന്നു പോകാനും കൃത്യം 1 മണിക്കൂർ, അതായത് വിഴിഞ്ഞത്തിന് നേരെ വന്ന് നമ്മുടെ നാഗർകോവിലിന് നേരെയുള്ള കടലിൽ പോയി കൃത്യം 3-4 റൗണ്ട് അടിച്ച് 1 മണിക്കൂർ സെർച്ച് നടത്തിയിട്ട് ഈ വിമാനം തിരികെ പോവുകയാണ് ചെയ്യുന്നത്. ആ സെർച്ച് പോലും സെർച്ച് നടത്തി എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു സെർച്ചായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം DDയുടെ വൈകുന്നേരത്തെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ വൈകുന്നേരത്തെ അപ്ഡേറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് 2 മണിക്കൂർ സെർച്ച് നടത്തിയെന്നാണ്. രാവിലെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത DD പറഞ്ഞു 3 മണിക്കൂർ സെർച്ച് ഉണ്ടാകുമെന്നും, എന്നിട്ട് തന്ന റിപ്പോർട്ട് പ്രകാരം 2 മണിക്കൂർ സെർച്ച് ഉണ്ടെന്നാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ടോട്ടൽ അതിന്റെ സെർച്ച് ടൈം 1.5 മണിക്കൂറായിരുന്നു. അതിൽ വരാനുള്ള അരമണിക്കൂർ മാറ്റി നിർത്തിയാൽ കേവലം 1 മണിക്കൂർ മാത്രമായിരുന്നു സെർച്ച് നടത്തിയത്. ഇനി നമുക്ക് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വരാം. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കളക്ടറെ കണ്ടായിരുന്നു, കളക്ടറുമായി സംസാരിച്ചു. അപ്പോൾ കളക്ടർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെർച്ച് നടത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ സെർച്ച് ടൈം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇവർ ഈ സെർച്ച് ടൈം നടത്തുന്നത് ഓഫീസ് ടൈമിലാണ്. ഒരു മത്സ്യത്തൊഴിലാളിയെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി 24 hours സെർച്ച് നടത്തേണ്ട ഒരു സംവിധാനം ഓഫീസ് ടൈമിലാണ് സെർച്ച് നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. ആദ്യഘട്ടത്തിൽ ഇവർ സെർച്ച് നടത്തിയത് ഇപ്രകാരമായിരുന്നു. എന്നിട്ട് ഇവർ 7-ാം തീയതി വീണ്ടും എയർക്രാഫ്റ്റ് സെർച്ചിന് വന്നായിരുന്നു. എയർക്രാഫ്റ്റ് സെർച്ചിന് വന്ന് ഏകദേശം 1 മണിക്കൂറോളമാണ് വീണ്ടും 1.5 മണിക്കൂറോളമാണ് വീണ്ടും ഇവിടെ സെർച്ച് നടത്തിയത്.
അതായത് നമ്മുടെ ആ സമയം ഇവര് പറഞ്ഞത് കുളച്ചല്യം കന്യാകുമാരി ഭാഗത്തായിട്ട് സെർച്ച് നടത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഫാൽക്കൺ 1 എന്ന് പറയുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വിമാനം ആ ദിവസം വിഴിഞ്ഞം, അതായത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനും വിഴിഞ്ഞം തുറമുഖത്തിനും നേരെയുള്ള കടലിൽ സെർച്ച് നടത്തുകയാണ് ചെയ്തത്. നമ്മൾ ഇവരോട് ആദ്യ ദിനം മുതൽ ആവശ്യപ്പെടുന്നത്, ഒരു മത്സ്യത്തൊഴിലാളി ആ ദിവസം കാണാതായാൽ ആ ദിവസത്തെ ഒഴുക്ക് കന്യാകുമാരി തമിഴ്നാട് ഭാഗത്തോട്ടാണ്. കടലിൽ പണിയെടുത്ത നമ്മുടെ മത്സ്യത്തൊഴിലാളികളും അഭിപ്രായപ്പെടുന്നത് ആ സ്ഥലത്തോട്ട് തന്നെയായിരിക്കും ഒഴുക്കെന്നാണ്. ആ സ്ഥലത്തോട്ട് സെർച്ച് നടത്താൻ വേണ്ടി നമ്മൾ ഇവരോട് അപകടം സംഭവിച്ച നാൾ മുതൽ ആവശ്യപ്പെടുകയാണ്. എന്നാൽ 7-ാം തീയതി എയർക്രാഫ്റ്റ് നടത്തിയ ഏരിയൽ സെർച്ച് നടത്തിയത് വിഴിഞ്ഞത്തിനും തിരുവനന്തപുരത്തിന് നേരെയുള്ള കടലിൽ സെർച്ച് നടത്തിയിട്ട് അവർ പോവുകയാണ് ചെയ്തത്. തമിഴ്നാട് ഭാഗത്തോട്ട് പോയിട്ടില്ല. ഇത് ലഭിച്ച ഇൻഫർമേഷൻ. ലിനോ, മുഖ്യമന്ത്രി പറഞ്ഞത് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി പറയുമ്പോൾ പോലും നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്രമാത്രം ജാഗ്രതയോടുകൂടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല, ഇല്ലേ? ഒരു കാര്യം ഞാൻ അംഗീകരിക്കാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഇവരുടെ സെർച്ച് എന്ന് പറയുമ്പോൾ ഇവര് 3 ദിവസം സെർച്ച് നടത്തും. നമ്മുടെ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ സെർച്ച് അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഇവരിന്ന് 10ാമത്തെ ദിവസമായി. പക്ഷേ സെർച്ച് ആക്ച്വലി പ്രോപ്പർ സെർച്ച് ആരംഭിച്ചത് തന്നെ 5ാമത്തെ ദിവസം മുതലാണ്. അപ്പോ ആ ഒരു ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് അധികം നാൾ കൂട്ടി സെർച്ച് നടത്തുന്നുണ്ട്. അത് നമ്മുടെ പ്രക്ഷോഭത്തിന്റെയും മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തതിന്റെയും കേരള ജനത ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്തതിന്റെയും അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് കരുതുന്നു. ലിനോ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചോട്ടെ, ജോണിന്റെ മകളെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് അറിയുന്നു. സാധ്യമായതെല്ലാം ചെയ്യുമെന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയെന്നതാണ് അറിയുന്നത്. അതിനു മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ പെൺകുട്ടിക്ക് ഈ സംവിധാനങ്ങളിൽ നിന്ന് നേരിടുന്ന അവഗണനയെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആരും അവിടെ എത്തിയിട്ടില്ല. വനം മന്ത്രി മാത്രമാണ് അവിടെ എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേദന ഉളവാക്കുന്നതാണോ? തീർച്ചയായും അത് വേദന ഉളവാക്കുന്നതാണ്. കാരണം ഇത്രയും വലിയൊരു ദുരന്തം നടന്നു. ഈ ദുരന്തം മറ്റെവിടെയെങ്കിലുമാണ് നടന്നിരുന്നതെങ്കിൽ സർവ്വസന്നാഹങ്ങളുമായി നമ്മുടെ എല്ലാ സർക്കാരും അവിടെ എത്തി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമായിരുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എല്ലാ ഉദാഹരണങ്ങളും ഇവിടെ സൂചിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ തീരദേശത്തോടൊപ്പം നിൽക്കുന്നവരാണെന്ന് പറയുന്നവർ, തീരദേശത്തോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഈ ഒരു അപകട സാഹചര്യമുണ്ട്, ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇന്നിതുവരെ മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിട്ടില്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രി സ്ഥലത്തെത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും നാട്ടിലുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. അദ്ദേഹത്തിന്റെ ഒരു മീഡിയ ബൈറ്റ് മാത്രമാണ് ഈ വിഷയത്തിൽ ഞാൻ കണ്ടത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി സ്ഥലത്തെത്തിയിട്ടില്ല. മന്ത്രി സ്ഥാനത്ത് നിന്നും, അതായത് മന്ത്രിതലത്തിൽ നിന്നും ആകെ എത്തിയിട്ടുള്ളത് ഷിബു ബേബി ജോൺ സാറാണ്. അദ്ദേഹം എത്തി കുടുംബത്തെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. അതോടൊപ്പം തന്നെ കുടുംബം മുന്നോട്ട് വച്ച കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുകയും സിസ്റ്റത്തിൽ വീഴ്ചയുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, അദ്ദേഹം പറഞ്ഞത് എന്താണ്? നീന്താൻ അറിയുന്നത് മാത്രമല്ല മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ മാനദണ്ഡം, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനാവണം. അതോടൊപ്പം തന്നെ കടലിനെയും കടൽ മനുഷ്യരെയും കടൽ ജീവിതത്തെയും അറിയുന്നവരാണ് ഇവിടേക്ക് എത്തേണ്ടത്, മറൈൻ എൻഫോഴ്സ്മെന്റിലും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസ് സേനയിൽ ഉൾപ്പെടെ. എന്നാൽ അവർക്ക് പ്രോപ്പറായിട്ട് രക്ഷിക്കാൻ സാധിക്കും. അവർക്ക് കടലറിയാം, കടലിന്റെ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് അറിയാം. സംവിധാനത്തിലെ വീഴ്ച എന്താണ് എന്നത് ഒരു തരത്തിൽ അംഗീകരിക്കുക കൂടിയായിരുന്നു അവിടെ സന്ദർശിച്ച വനം മന്ത്രി എന്നതാണ് ലിനോ സൂചിപ്പിച്ചത്. ഞാൻ ലിനോയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ നമുക്കൊപ്പം ചേരുന്നു. ജിൻഡോ, ഈ സർക്കാർ അധികാരമേറ്റിട്ട് 3 മാസമാകാൻ പോകുന്നതേയുള്ളൂ. ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ അതിനു മുൻപ് ഈ സർക്കാരിന് നേരിടേണ്ടി വന്നു. അത് നമ്മുടെ മധ്യ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം ഉൾപ്പെടെ പ്രളയസമാനമായ സാഹചര്യം, ഒപ്പം ഈ തീരമേഖലയിലെ പ്രശ്നങ്ങൾ. ബാലാരിഷ്ടത മാറാത്ത സർക്കാർ എന്ന നിലയിൽ ഇത് നേരിടുന്നതിൽ പാളിപ്പോയതാണോ സർക്കാരിന് യഥാർത്ഥത്തിൽ? അങ്ങനെ അല്ല ഇതിനെ കാണേണ്ടത്. നമ്മളിപ്പോ സർക്കാർ വന്നിട്ട് 3 മാസമാകാൻ പോകുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും രേണുക ചോദിച്ച ചോദ്യം പോലെ പലർക്കും അത്തരത്തിലുള്ളൊരു ചോദ്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇതിനങ്ങനെയല്ല കാണേണ്ടത്. സർക്കാർ സംവിധാനങ്ങളുടെ നിലവിലെ സാങ്കേതിക സൗകര്യങ്ങളും സന്നാഹങ്ങളും വെച്ചിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി സ്വാഭാവികമായിട്ടും ഇതിൽ ബാധിക്കപ്പെട്ട മനുഷ്യർ, ഇനിയിപ്പോ കണ്ടു നിൽക്കുന്നവരും ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതിൽ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ സങ്കടം അതേ അർത്ഥത്തിൽ മനസ്സിലാകണമെന്നില്ല. സ്വാഭാവികമായിട്ട് അവർ പറയുന്ന അവരുടെ വ്യക്തിപരമായ
കുടുംബത്തിന്റെ ആശങ്കകൾ നമ്മൾ കുറെ കൂടി മുകളിലേക്കെടുക്കേണ്ടതുണ്ടെന്നുള്ള ഒരു പാഠമാണ്. അപ്പോൾ ചില ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഇത് ഈ കടലോര പ്രദേശത്തുള്ള തീരദേശത്തുള്ള മനുഷ്യരെ അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ അവരെ ബാക്കി പ്രളയം വരുമ്പോൾ മധ്യ കേരളത്തിലായാലും മറ്റെല്ലായിടത്തും അവരെ ആവശ്യമുണ്ട്. അവരെ അന്നേരം വാഴ്ത്തിപ്പാടും. അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ അവരോട് അനുഭാവപൂർവമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്ന ഓരോ ആളുകൾക്കും, ഉദ്യോഗസ്ഥ തലത്തിൽ ആയാലും മറ്റേത് തലത്തിലുള്ള ആളുകൾക്കായാലും ഇതൊരു പാഠമാണ്. മനുഷ്യർ തിരുത്തണം. നമ്മൾക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. പക്ഷെ ഞാൻ വിചാരിക്കുന്ന സർക്കാരിന് അവൈലബിൾ ആയിട്ടുള്ള സംവിധാനം വെച്ച് കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ആയാലും അതുപോലെ ഏരിയൽ സെർച്ച് ആയാലും മറ്റേ എല്ലാ സംവിധാനം ഡോണിയർ വിമാനം ഉപയോഗിച്ചും സ്കൂബ ഡൈവിംഗ് സംഘങ്ങളെ ഉപയോഗിച്ചും എല്ലാ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ട്, കടലിന്റെ പ്രത്യേക സാഹചര്യം കൊണ്ട്, മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് പൂർണ്ണമായിട്ടും അത് വിജയത്തിലെത്താൻ സാധിച്ചിട്ടില്ല. അതൊരു കുറവ് തന്നെയാണ്. അത് ആരെങ്കിലും മനഃപൂർവ്വം വരുത്തിയ വീഴ്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ 100% അതിന്റെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ ഉത്തരവാദിത്തം പൊതുസമൂഹത്തിന്റെ കൂടിയാണ്. സ്വാഭാവികമായിട്ട് ആ വിമർശനം ഉൾക്കൊള്ളാൻ തയ്യാറുമാണ്. ജിൻഡോ, ഞാൻ താങ്കളുടെ ആ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സിസ്റ്റത്തിൽ കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഇടപെടൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുമുണ്ട്. അത് ഞാൻ താങ്കൾ അതിൽ സ്വീകരിച്ച നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സർക്കാർ അധികാരമേറ്റിട്ട് 3 മാസമേ ആകുന്നുള്ളൂ. ഈ സംവിധാനങ്ങൾ മുഴുവൻ പൊളിച്ചെഴുത്താനുള്ള ഒരു സമയമൊന്നും സർക്കാരിനെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. അതൊക്കെയും ഓക്കെ. പക്ഷെ നോക്കൂ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഡീൽ ചെയ്യുക എന്നത് പ്രത്യേകിച്ച് മുന്നൊരുക്കം ഒന്നും വേണ്ട കാര്യമല്ലല്ലോ. പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി എന്തായിരുന്നു എന്ന് ചോദ്യമുണ്ടായി. വലിയ വിമർശനം അതിനെതിരെ ഉയർന്നതാണ്. ഇതിപ്പോൾ ഈ കടലിൽ പെട്ടുപോയ മനുഷ്യർ, അവരെക്കുറിച്ച് അവിടെ ഒരു മനുഷ്യൻ പോലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് ലിനോ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ആ കുടുംബത്തിന്റെ അംഗങ്ങൾ തന്നെ വളരെ വിഷമത്തോടു കൂടി അക്കാര്യം പറയുകയാണ്. ഒരു മന്ത്രി മാത്രമാണ് അവിടെ എത്തിയത്. മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളോ ഏതെങ്കിലും പിഴവുകളോ കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ലല്ലോ. പ്രയോറിറ്റിയുടെ പ്രശ്നമാണല്ലോ. എന്താണോ നമ്മൾ പ്രളയ സമയത്ത് കണ്ടത് അതുപോലെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിലെ പ്രശ്നമാണല്ലോ. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ബോഡി കിട്ടിയിട്ടില്ല എന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. പിന്നീട് പറഞ്ഞു കടലിൽ പോയാൽ കിട്ടാൻ കുറേ ദിവസങ്ങൾ എടുക്കും എന്ന് വളരെ ലഘൂകരിച്ചു. അപ്പോൾ അതൊരു സമീപനത്തിന്റെ പ്രശ്നമാണല്ലോ. മുഖ്യമന്ത്രി ഇന്ന് പറയുന്ന, ഈ കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ പറയുന്നത്, ഇന്ന് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പോവുകയായിരുന്നു. മറ്റൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവിടെ മുഖ്യമന്ത്രി പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ, പോകാത്തതിന് ന്യായീകരണമായി പറയുകയാണ്. അത് ആ മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ, തീരമേഖലയെ ആകെ അപമാനിക്കുന്നതാണ്. ഇതൊക്കെ സമീപനത്തിലെ പ്രശ്നമല്ലേ? അത് ആരാണപ്പോൾ ഈ വിഭാഗമാണെങ്കിൽ ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ മതി എന്ന ഒരു മനോഭാവം പിന്തുടരുന്നത് ആരാണ് ആ മെസ്സേജ് കൊടുക്കുന്നത്? ജിൻഡോ, കേൾക്കാമോ? ജിൻഡോ, മറ്റ് പിഴവുകളെല്ലാം മാറ്റിവെക്കട്ടെ. ഈ സമീപനത്തിലെ പിഴവ്, പ്രയോറിറ്റിയിലെ പിഴവ്, ഈ വാക്കുകൾ ഇങ്ങനെ പ്രയോഗിക്കുന്നത് ആരുടെ പിഴവാണ്? അല്ല, താങ്കളുടെ ചോദ്യത്തിന് സാങ്കത്യമുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആരെയും മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഓരോ വ്യക്തികളും പറയുന്ന വാക്കുകൾ കുറെ കൂടി വരികൾക്കിടയിൽ വായിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളികളെയോ അല്ലെങ്കിൽ ഇതിൽ ബാധിക്കപ്പെട്ട കുടുംബങ്ങളെയോ ഏതെങ്കിലും വ്യക്തികളെയോ വ്യക്തിപരമായിട്ടോ സങ്കടപ്പെടുത്താനായിട്ടോ ഒരു തരത്തിലും പ്രസ്താവന നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. താങ്കൾ സൂചിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും, ആ ആശങ്കകൾ മനസ്സിലാകും. പക്ഷെ അത് ഒരു തരത്തിലും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ അതെല്ലാം ചകഞ്ഞ് പരിശോധിക്കുമ്പോൾ അതിൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതാണ്. ഒരു തരത്തിലും അവരുടെ അനുഭാവപൂർവ്വമല്ലാത്ത ഒരു സമീപനവും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യങ്ങൾ പരിഗണിച്ച് അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റ് സംഭവിച്ചു എന്ന് തോന്നിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ജിൻഡോ, ഇവിടിപ്പോ ഏതെങ്കിലും വാക്കുകൾ പിഴച്ചു പോയാൽ അത് തിരുത്തുമ്പോൾ അതനുസരിച്ചുള്ള ഒരു തിരുത്തുണ്ടാകണമല്ലോ. അതുണ്ടാകുന്നില്ല.
കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് കാണാതായവരുടെ എണ്ണം പറഞ്ഞ് എങ്ങനെയാണ് ഇപ്പോഴുണ്ടായ സംഭവത്തെ ന്യായീകരിക്കുന്നതിന് എന്നറിയില്ല. തുടരെ അവരെ അവഹേളിക്കുന്ന തരത്തിൽ, അവരുടെ വിഷമങ്ങളെ കുറച്ചു കാട്ടുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള തിരുത്തുപോലും ഉണ്ടാകുന്നില്ലല്ലോ. ഇവിടെ ഒരു ആള് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആ കുടുംബം പരാതി പറഞ്ഞിട്ട് 4 ദിവസമായി. ഇതുവരെ അവിടെ വരെ ഒരു മനുഷ്യൻ എത്തി നോക്കിയില്ലല്ലോ, ഒന്ന് ചെന്നില്ലല്ലോ മുഖ്യമന്ത്രി. ഒരു ദുരന്ത മേഖലയിൽ ചെന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ, അങ്ങനെ ഒരു ആശങ്ക കൊണ്ടാണോ പോകാത്തതെന്ന് കരുതാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ കുടുംബം വിഷമത്തിലാണ്, അവരുടെ ഉറ്റവരെ കാണാതെ വിഷമത്തിലാണ്. അവിടെ ഒരു മുഖ്യമന്ത്രി എത്തുക എന്നത് ആ കുടുംബത്തിന് എത്രമാത്രം ആശ്വാസമാകും, അതുപോലും ഉണ്ടാകുന്നില്ലല്ലോ ജിൻഡോ. ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നത് അദ്ദേഹവും മറ്റു മന്ത്രിമാരും എല്ലാം ആ കുടുംബങ്ങളിൽ നേരിട്ടെത്തും. മന്ത്രിസഭയുടെ പ്രതിനിധികളായിട്ട് ഇപ്പൊ ബേബി ജോൺ അടക്കമുള്ള CP ജോൺ അടക്കമുള്ള മന്ത്രിമാരെത്തി അവർ അക്കാര്യങ്ങളൊക്കെ കുടുംബങ്ങളുമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം MLA പോലുള്ള ആളുകൾ, ചിറയൻകീഴ് MLA പോലുള്ള ആളുകൾ, അവർ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ അത്തരം കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ മരണസംഖ്യയെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിക്കാനിടയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരിക്കലും മത്സ്യത്തൊഴിലാളി വിഭാഗത്തോടോ ഈ ബാധിക്കപ്പെട്ട കുടുംബങ്ങളോടുള്ള മറുപടിയല്ല. പകരം ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന CPM-നുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 3 മാസം പോലും കഴിയാത്ത ഒരു സർക്കാരിന്റെ സമയത്ത് വീഴ്ചകൾ ഉണ്ടായി എന്ന് തിരക്കുകൂട്ടി പറയുന്ന പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഉണ്ടായ വീഴ്ചകളെ കുറിച്ചിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിലും ഇപ്പോൾ UDF സർക്കാർ ഭരിക്കുന്ന കാലത്തുണ്ടാകുന്ന ഒരു തരത്തിലുള്ള കുറവുകളും മറ്റൊരു തരത്തിൽ കോമ്പൻസേറ്റ് ചെയ്ത് പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും അവരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ 6 കോടി രൂപ ചെലവഴിച്ചിട്ട് വാങ്ങിയ 3 ഷിപ്പുകൾ ഉപയോഗപ്രദമല്ലാതെ കട്ടപ്പുറത്തിരിക്കുന്നു. 18 കോടി രൂപ ചെലവഴിച്ച് വാങ്ങിയ 3 കോസ്റ്റ് ഗാർഡ് ആംബുലൻസുകൾ ഉപയോഗപ്രദമല്ലാതായിട്ടിരിക്കുന്നു. അതുപോലെ ഊരാളുങ്കലിനെ ഇത്തരം മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രശ്നം പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തിലും മുൻ സർക്കാരിന്റെ കുറെ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ മറച്ചു വെച്ചിട്ട് ഈ സമയത്തെ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ നേതാക്കന്മാർ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയോ മരണപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ ഈ കാണാതായവരുടെ കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു തരത്തിലും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ തിരുത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഞാൻ ജിൻഡോയിലേക്ക് തിരിച്ചെത്താം. D. സുരേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു, CPM പ്രതിനിധി. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, പ്രളയ സമയത്ത് അത് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തിയെന്ന ആരോപണം ഭരണപക്ഷത്തു നിന്ന് ഉണ്ടായി. ഞങ്ങൾ ഇങ്ങനെയല്ല ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത് എന്നത് അവർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും ഇന്ന് PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണം അതിൽ നടത്തുന്നുണ്ടോ എന്ന സംശയം ജനിക്കുന്നതാണ്. അങ്ങനെ ദുരന്ത മേഖലകൾ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാക്കി മാറ്റുകയും അങ്ങനെ ഉപയോഗിക്കുന്നതും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഇടപെടൽ അങ്ങനെയുള്ളതാണോ? രേണുക വിശദമായി മറുപടി പറയാനുള്ള അവസരം തരണം. ഒന്ന്, ദുരന്ത മേഖലകൾ രാഷ്ട്രീയ അതിപ്രസരത്തിന് വിധേയമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരു മികച്ച ഉദാഹരണമാണ്. നോക്കൂ, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദാഹരിച്ചത്, സമരസപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചത്, ആ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേരെ കാണാതായി. ഞങ്ങൾ 2 മാസമായി അധികാരത്തിൽ വന്ന് ഞങ്ങളുടെ കാലത്ത് ഇത്ര പേരെയല്ലേ കാണാതായുള്ളൂ എന്ന ഒരു സമരസപ്പെടുത്തലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ രൂപത്തിൽ ഒരു ദുരന്ത മുഖത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ അത് ശ്രീ VD സതീശന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വീശിയടിച്ച മഹാദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കേരളത്തിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് ഈ കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. ഈ ജിൻഡോ ഇപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ജിൻഡോയുടെ നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ ഈ ദുരന്തബാധിതരെ അപമാനിക്കുമ്പോൾ അത് ബോധപൂർവമായിട്ടുള്ള അപമാനമല്ല എന്ന ഒരു നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവം പരിശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ നടപടിയെടുത്തു. മിസ്റ്റർ, വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കുകയല്ല ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ആ ദുരന്തബാധിത പ്രദേശത്ത് ആദ്യം ചെല്ലുക, ആ ദുരന്തബാധിതരെ മാറൊണയ്ക്കുക,
അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം ഒരുപക്ഷെ ആൾ നഷ്ടമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നികത്താൻ സാധിക്കാത്തതായിരിക്കും. എങ്കിൽ പോലും അവരെ സമാശ്വസിപ്പിക്കാൻ ഇന്ന ആളുകൾ അവിടെ എത്തിച്ചേർന്നു. അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് അവരുടെ സങ്കട കണ്ണീർ തുടയ്ക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കപ്പെടേണ്ടുന്ന കാര്യം. അതുണ്ടായിരുന്നോ ഇല്ലയോ? ഇവിടെ രേണുക നിങ്ങളോട് വളരെ കൃത്യമായി ചോദിച്ചു, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിഫറൻസ് ഈ അപകടം നടക്കുന്ന ദിവസം എന്തായിരുന്നു എന്നുള്ളതാണ് ആ പ്രസക്തമായ ചോദ്യം. നിങ്ങളുടെ മുഖ്യമന്ത്രി ആ ദിവസം മധ്യ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തെക്ക് ഈ വലിയ ദുരന്തം നടന്നു. എന്നാൽ അദ്ദേഹം ചെയ്തതെന്താണ്? ഹെലികോപ്റ്ററും എടുത്ത് വടക്കോട്ട് തിരിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം ജ്വല്ലറി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും വച്ച് നീട്ടിയ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തു. പിന്നെ അവിടെ കൊച്ചു കലാപരിപാടികളുമായി പുറത്തു പറയാൻ, അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ കടമെടുത്തു പറഞ്ഞാൽ പുറത്തു പറയാൻ കഴിയാത്ത പരിപാടികളിൽ പങ്കെടുത്ത് അദ്ദേഹം സ്വയം അങ്ങനെ വിരാജിക്കുകയായിരുന്നു എന്ന് തെല്ലഹങ്കാരത്തോടു കൂടി മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ്. അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് ദുരന്ത മുഖത്ത് ഉപയോഗിക്കപ്പെടേണ്ടുന്ന ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിനാണ്. അമ്മായി അപ്പൻ്റെ ആ അസുഖ വിവരം തിരക്കണ്ട എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ അത് ഈ ഹെലികോപ്റ്ററും എടുത്തുകൊണ്ട് പോകണമായിരുന്നോ? ഈ ഹെലികോപ്റ്റർ ആ ദുരന്തം നടന്ന സമയത്ത് ആ തീരപ്രദേശത്ത് ഒന്ന് ചുറ്റിക്കറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അപകടം നടന്ന ആ ബോട്ടും അതിലെ പ്രവർത്തകരെയും ജീവനോടെയെങ്കിലും അവശേഷിക്കുന്ന ആളുകളെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്താ ചെയ്തത്? ആ കുഞ്ഞ് മരിച്ചുപോയ പ്രിയപ്പെട്ട സഹോദരൻ ജോണിൻ്റെ മകൾ കേരളത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. തെരച്ചിൽ നടക്കുകയാണ്. ആ കുടുംബം ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സുരേഷ്. അവരുടെ അച്ഛൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോട്. തീർച്ചയായും. പക്ഷേ ആ കുഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്താണ്? നിങ്ങളുടെ ഹാൻഡിലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് എത്രമാത്രം അപമാനിക്കലാണ് ആ കുഞ്ഞ് നേരിട്ടത്. എന്നിട്ട് നിങ്ങൾ ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. എത്ര മനോഹരമായ വാക്കുകളാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിങ്ങൾ എന്നിട്ട് അവസാനം പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കാലത്തെ മോശം പ്രവർത്തനം, അല്ലെങ്കിൽ ഇടതുപക്ഷം അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല. അത് പറയാനാണോ നിങ്ങളെ കേരള ജനത ഏറ്റെടുത്തത്, ഈ അധികാരത്തിലേറ്റിയത്? ഈ കാലമത്രയും, ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കുറവുകളെ സംബന്ധിച്ച് വന്നു നിന്ന് പറയാൻ ചെറിയ തൊലിക്കട്ടിയല്ല, അപാരമായ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ആവർത്തിച്ച് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ കാലം കഴിഞ്ഞു. പുതിയ സർക്കാർ കേരളത്തിലൊരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്, കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്. ആ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ട കടലോര മക്കളെ ഈ ദുരന്ത മുഖത്ത് ആ തീരപ്രദേശത്ത് കണ്ണീരണിഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നവരെ ഒന്ന് കാണാൻ ഇന്നതുവരെ തയ്യാറായിട്ടില്ല. ഒരൊറ്റ മിനിറ്റ് കൂടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ മുഖ്യമന്ത്രി പോയപ്പോൾ ഉണ്ടായ അനുഭവം ഉണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട്. അത് പൂക്കി ചിരിയല്ല കേട്ടോ. ആ ചിരിയെ നിങ്ങൾ പൂക്കിയെന്ന് വിശേഷിപ്പിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ചിരിയെ മറ്റു പലതുമായിട്ടാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യം, കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രീ കെ മുരളീധരൻ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? കടലിൽ പോയാൽ കുറച്ച് ദിവസം പഠിക്കും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലുമാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ വന്ന് പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വാക്ക് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നതെന്ന് പറയുമായിരുന്നു. നിങ്ങൾ എന്താണ്? നിങ്ങൾ എന്നിട്ടും ഇപ്പോഴും കഴിഞ്ഞ സർക്കാർ അത് ചെയ്തില്ലേ, കഴിഞ്ഞ സർക്കാർ ഇത് ചെയ്തില്ലേ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേരെ കാണാതായില്ലേ, ഓക്കി ദുരന്തത്തിൽ കാണാതായിപ്പോയ പ്രിയപ്പെട്ട 91 സഹോദരങ്ങളെ കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞ് ഇന്ന് ഊറ്റം കൊള്ളുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപമാനത്താൽ ഞങ്ങളുടെ തല താഴുകയാണ്. ഇത് ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രിയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നാണം കെട്ട നിലയിലേക്ക് കേരളത്തെ നിങ്ങൾ കൊണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറഞ്ഞു സുരേഷ്. ഞാൻ അതിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നോക്ക്, 3 ദിവസം ഒക്കെ തെരച്ചിൽ നടന്നിട്ട് തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 10ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. അത് കാണുന്നുണ്ടോ? അപ്പോൾ 10 ദിവസമൊക്കെ ഇതിനു മുൻപ് തിരച്ചിൽ നടന്നിട്ടുണ്ടോ? ഇത് ചരിത്രത്തിൽ ആദ്യമല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അതൊരു വസ്തുതയല്ലേ? അപ്പോൾ 10ാം ദിവസവും ഈ തെരച്ചിൽ നടക്കുന്നു എന്നതൊരു വസ്തുതയല്ലേ? കൊല്ലത്ത് സർവ്വസന്നാഹങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടന്നിട്ട്. വലിയ ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാതെ പോവുകയാണോ സുരേഷ്? രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോഴും സർക്കാർ ഈ ഇടപെടൽ നടത്തുന്നത് നിങ്ങൾ കാണാതെ പോകുന്നുണ്ടോ? നോക്കൂ, ഈ ദുരന്ത ബാധിതരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ലിൻഡോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ലിനോ പറഞ്ഞു, ഈ അപകടം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ തിരച്ചിൽ ആരംഭിക്കാൻ വേണ്ടി തയ്യാറായത്. കടലിലാണ് അവർ അകപ്പെട്ടത്. അവരേതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ വനപ്രദേശത്തോ അല്ല. 5 ദിവസം കഴിഞ്ഞിട്ടാണ്
അവരെ തിരയാൻ വേണ്ടി പോലും ഈ സർക്കാർ തയ്യാറായത്. ആ സർക്കാരിനെയാണ് ഉളുപ്പില്ലാതെ വന്നതെന്ന് ന്യായീകരിക്കുന്നത്. എനിക്കതിൽ നിന്ന് വേറെ ഇവരിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടുത്തെ പ്രശ്നം പലപ്പോഴും ഇവർ വസ്തുതകളെ മറച്ചു പിടിച്ചിട്ട് ഈ നിലവിലുള്ള സർക്കാരിനെ വെള്ളപൂശുന്നതിന് വേണ്ടി കള്ളക്കഥ, ഗീബൽസ് തോറ്റുപോകുന്ന കള്ളക്കഥ ഇവിടെ തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞൊരു ചർച്ചയിൽ ഒരു MLA, ബഹുമാനപ്പെട്ട റാന്നി MLA, അദ്ദേഹം എന്ന് പറയുകയാണ്, കടലിൻ്റെ മക്കളെന്ന് പറയുന്നത് അതിവൈകാരികതയ്ക്ക് അടിമപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടേത് നമ്മൾ അത്ര വേണ്ടത്ര നിലയിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഗൗനിക്കേണ്ടുന്ന കാര്യമല്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, അവർ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. നമ്മളെപ്പോലെ എന്നെയും ജിൻഡോയെയും ഇവിടെ ഇരിക്കുന്ന നന്ദുവിനെയും രേണുകയും ഒക്കെ പോലെ മജ്ജയും മാംസവുമുള്ള പ്രിയപ്പെട്ട നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത, ശേഷിയില്ലാത്ത നേതാക്കന്മാരായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാറുകയാണ്. എനിക്ക് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സത്യത്തിൽ ലജ്ജ കൊണ്ട് ഞാൻ എൻ്റെ തല താഴ്ത്തിപ്പോയി. അദ്ദേഹം പറയുകയാണ്, കടലിൻ്റെ മക്കൾ, കടലിലോരത്ത് ജീവിക്കുന്നവർ അതിവൈകാരികതയ്ക്ക് അടിപ്പെട്ട് എന്ത് വിളിച്ചു പറയുന്ന ആളുകളാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത്. അദ്ദേഹത്തെ മുരളീധരനെ, നിങ്ങളുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ, സർവോപരി നിങ്ങളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആദ്യം നിങ്ങളുടെ വേദികളിൽ നിയന്ത്രിക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ അഭിപ്രായം കടിഞ്ഞാണിട്ട് പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം എന്ന അഭിപ്രായം നിങ്ങൾ മുന്നോട്ട് വെക്കൂ. അല്ലാതെ ഈ വിമർശനങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ടു, ഇനി ഞങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താം, പക്ഷെ പഴയ സർക്കാർ ഇങ്ങനെയായിരുന്നു എന്ന ഈ ക്ലീഷേ ഡയലോഗുമായിട്ട് ഇനിയെങ്കിലും ഇത്തരം വേദികളിലേക്ക് വരാതിരിക്കാൻ ശരി, ഞാൻ ആ കാര്യങ്ങൾ ജിൻഡോയോട് ചോദിക്കാം അദ്ദേഹത്തിന്റെ ടേണിൽ. ഞാൻ ഇപ്പോൾ BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. നന്ദു കൂടി നമുക്കൊപ്പം ചേരുന്നു. നന്ദു, നോക്കൂ, ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ, MLA കൂടിയാണല്ലോ, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവിടെ അനാസ്ഥയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്, അങ്ങനെ തെരച്ചിൽ നടക്കുന്നു എന്നതാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മാത്രമായിരുന്നുവെങ്കിൽ ഓക്കെ, അദ്ദേഹം ഇപ്പോൾ ഒരു MLA കൂടിയാണല്ലോ. എന്താണ് സംഭവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയും അതിലൊരു അഭിപ്രായം പറയുകയും ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടോ രാജീവ് ചന്ദ്രശേഖറിന്? നിങ്ങളതിനെ അങ്ങനെ വൽക്കരിക്കുന്നത്, അങ്ങനെ ഒരു ചിത്രീകരണം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കണ്ടിട്ടുള്ളത് കേരളത്തിനകത്ത് അധികാരം കിട്ടുമ്പോൾ തരാതരം പോലെ, അധികാരമില്ലാത്തപ്പോഴും അധികാരം കിട്ടുമ്പോഴും തരാതരം പോലെ രാഷ്ട്രീയം മാറ്റി മാറ്റി പറയുന്നവരെ കണ്ടു ശീലിച്ചത് കൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ആ അമ്മയെ, നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ അമ്മയെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ പറയേണ്ട മറുപടിയാണ്. അതായത് അവിടെ വന്നു നിന്നൊരു സിസ്റ്റത്തെയോ ഒരു സർക്കാരിനെയോ എതിർക്കുന്നതിന് പകരം എല്ലാവരും കൂട്ടായി നിന്ന് ആ ചെറുപ്പക്കാരനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന മാനുഷികമായിട്ടുള്ള നിലപാട്, ആ നിലപാട് എടുക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമമായി തോന്നുന്നു അല്ലെങ്കിൽ നിലപാടില്ലായ്മയായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ആ അമ്മയുടെ കണ്ണുനീരിനൊപ്പമാണ്, ആ അമ്മമാരുടെ കണ്ണുനീരിനൊപ്പമാണ്. അവരുടെ വിഷയങ്ങളിൽ, അവരുടെ വിഷമങ്ങളിൽ, അവരുടെ പരാധീനതകളിൽ ആ പരാധീനതകളും പരാതികളും പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അതിൽ സിസ്റ്റത്തിനെ കുറ്റം പറയാനൊക്കെ ഒട്ടേറെ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് സിസ്റ്റത്തിനെ കുറ്റം പറയാം, ആ സമയത്ത് നമുക്ക് സർക്കാരിനെതിരെ ശക്തമായി ഞങ്ങൾക്ക് നിലപാടുണ്ട്. നിലപാട് ഞങ്ങൾ രാഷ്ട്രീയമായി പറയുന്നുണ്ട്. പക്ഷേ ഒരു അമ്മ കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് ആ നിലപാട് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നിലപാട് പറയാൻ BJPയുടെ ഒരു നേതാവിനെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അതായത് ജിൻഡോയുടെ വാക്കുകളിലുള്ള ഒരു മയം, അതുപോലെ സുരേഷ് കുമാർ എന്ന് പറയുന്ന CPMൻ്റെ നേതാവിൻ്റെ വാക്കുകളിലുള്ളൊരു ഒരു അതിവൈകാരികത, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാണുമ്പോൾ തിരിച്ചായിരുന്നു. ജിൻഡോയുടെ വാക്കുകളിൽ അതിവൈകാരികതയും സുരേഷ് കുമാറിൻ്റെ വാക്കുകളിൽ ഈ മയവുമാണ് നമ്മൾ കണ്ടിരുന്നത്. തരാതരം പോലെ രാഷ്ട്രീയത്തും പ്രതിപക്ഷത്തും അധികാരത്തിലും ഇരിക്കുമ്പോൾ തരാതരം പോലെ അവരുടെ നിലപാടുകൾ, അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കെടുകാര്യസ്ഥത എന്ന് പറയുന്ന ഈ നാട്ടിനെ ഏറ്റവും അധികം പുറകിലേക്ക് വലിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കെടുകാര്യസ്ഥതയുടെ ഭാഗമായി രണ്ടുപേരും തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മയപ്പെട്ടും അതുപോലെ തന്നെ അതിവൈകാരികപ്പെട്ടും പറയുമ്പോൾ നിങ്ങൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. പ്രളയകാലത്ത് ഞാനും രേണുകയും സുരേഷ് കുമാറും ജിൻഡോയും ഒക്കെ കഴിഞ്ഞ പ്രളയകാലം 2018 പ്രളയകാലത്ത് ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് ഹീറോസ് എന്നാണ്. കാരണം ഇവരുടെ ഈ പറയുന്ന കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയിരുന്ന അവരുടെ ബോട്ടുകളുമായി അവർ ഈ നാട്ടിലെ ഗ്രാമവീഥികളിലേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, ഈ നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലേക്കും ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ എത്രയേറെ സഹോദരന്മാരെ, എത്രയേറെ കുടുംബാംഗങ്ങളെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഈ നാടിനു വേണ്ടിയിട്ട് ഒരാപത്തുണ്ടായപ്പോൾ ഇറങ്ങി നിന്നവരെ ഇന്ന് അവർ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ, അവരുടെ കുടുംബങ്ങൾ അനാഥമായി നിൽക്കുമ്പോൾ, അവരുടെ അമ്മമാർ കണ്ണീരണിയുമ്പോൾ, ഒരു ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ കേരളത്തിലെ ഒരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷനകത്ത് വന്ന് നിന്നിട്ട് തിരിച്ചിറങ്ങി വന്ന് മാധ്യമങ്ങളോടായി ചോദിച്ചൊരു ചോദ്യമുണ്ട്.
ആ ചോദ്യം കേരളത്തിന്റെ ആകെ ചോദ്യമാണ്. 7 ദിവസമായി എൻ്റെ മകനെ കാണാതായിട്ട് ഞാൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ മകനെ അന്വേഷിക്കില്ല എന്ന് പറയുന്ന ഒരു സർക്കാരിനെ എനിക്ക് വേണോ എന്നവർ ചോദിക്കുമ്പോൾ കേരളത്തിന്റെ ആകെ പൊതുസമൂഹത്തിന്റെ ചോദ്യമല്ലേ അത്? അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് ഈ നാട്ടിൽ നീതി കിട്ടാതെ പോകുന്നു. അതുപോലെ നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് സുരേഷ് ഗോപി എം പിയാണ് ആ അമ്മയുടെ കണ്ണുനീരുമായി ബന്ധപ്പെട്ടിട്ട് ആ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇടപെട്ടു. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് ഇന്ന് വളരെ വലിയ രീതിയിലുള്ള ഹെലികോപ്റ്ററും അതുപോലെ തന്നെ കപ്പലും വന്ന് നേവിയുടെ ഡൈവിംഗ് ടീം ഉൾപ്പെടെ വന്നു നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ ദുരന്ത സഹായത്തിന്. അത് ഇപ്പോൾ ഇന്ന് 10ാം ദിവസം ഈ തെരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് 10ാം ദിവസമാണ്. ഏറ്റവും ഗോൾഡൻ അവേഴ്സ് കഴിഞ്ഞു, 10ാം ദിവസമാണ് ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. അതൊരു കാര്യം മാത്രവുമല്ല, കൊല്ലത്ത് നഷ്ടപ്പെട്ടതുപോലെ തന്നെ 2 ജീവനുകളാണ് തിരുവനന്തപുരത്ത് 2ഇടങ്ങളിലായി സംഭവിച്ചിട്ടുള്ള ആ ദുരന്തങ്ങൾ. അപ്പോൾ സമാനമായ ഇടപെടൽ ഈ 2ഇടത്തും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയാണ്. കൺക്ലൂഡ് ചെയ്യാം. അതായത് ആ അമ്മയുടെ പ്രതിഷേധം കണ്ടുകൊണ്ട് ആരും അദ്ദേഹത്തിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ആ അമ്മയുടെ കണ്ണുനീർ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ അമ്മ അവിടെ ഇരുന്ന് സമരം ചെയ്യരുത്, സിസ്റ്റത്തിന് പണിയെടുക്കാനുള്ള. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ രാജീവ് ചന്ദ്രശേഖർ അവിടെ രാഷ്ട്രീയം പറയാതെ പോയത് തെറ്റായി പോയെന്ന്. അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാതെ ഞങ്ങളുടെ പൊതുവായ നിലപാട് എന്താണെന്ന് സുരേഷ് ഗോപിയുടെ അന്നത്തെ വാക്കുകളുണ്ട്. അദ്ദേഹം പറയുന്നത് അവർ അന്വേഷിക്കുന്നുണ്ട്, സിസ്റ്റം ശരിയാവേണ്ടേ, സിസ്റ്റത്തിന് അന്വേഷിക്കാനുള്ള സമയം കൊടുക്കും, അമ്മ വീട്ടിലേക്ക് പോകും, അവിടെ ടെൻഷൻ ഉണ്ടാക്കരുത്, ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാക്കരുത്, നിങ്ങൾ വീട്ടിലേക്ക് പോകും, നിങ്ങളുടെ സഹോദരനെ പോലെ ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നാളെ ഈ സിസ്റ്റം ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ആ കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹം കൊടുത്ത വാക്ക്, ആ പ്രതിഷേധം കണ്ട് അദ്ദേഹം കൊടുത്ത വാക്ക് പരിപൂർണമായി അതിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കും അദ്ദേഹം വന്നു. സ്വാഭാവികമായും മറ്റുള്ള സ്ഥലങ്ങളിലും ആ സംവിധാനത്തിന്റെ ഗുണഫലം ഉണ്ടാവും. ഇപ്പോൾ INS കൽപ്പേനി ഇവിടെ വന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് ഇവിടെ തെരച്ചിൽ നടക്കുമ്പോൾ തന്നെ അവിടെയും ഇതിനെ ഉപയോഗിക്കാനുള്ള അതിന്റെ താല്പര്യം എടുക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ താങ്കൾ പറയുന്നു 10 ദിവസം കഴിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 19 MP-മാരുണ്ട് സുരേഷ് ഗോപിയെ കൂടാതെ. അവരുടെ പണി എന്താ? അവർ കേരളത്തിന്റെ ഈ പറയുന്ന തീരദേശങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന്റെ വോട്ട് കൈപ്പത്തി ചിഹ്നത്തിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും ഒക്കെ വാങ്ങിച്ചു സുരേഷ് ഗോപിയെ പോലെ എല്ലാ ഈ സർക്കാരിന്റെയും രാജ്യത്തിന്റേതുമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നവരാണല്ലോ. ആ 19 MP-മാർക്ക് എന്താ പണി ഡൽഹിയിൽ? അവർ പോയിരുന്നിട്ട് ആ 19 പേര് അവിടെ പോയിരുന്ന് ലോകസഭയും രാജ്യസഭയും ഒക്കെ മുടക്കി ഈ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നാട്ടിലെ സാധാരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നില്ല? 10 ദിവസമായിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിലൊരു വിഷയം നടന്നിട്ട്. സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിൽ കൊല്ലത്തെ NK പ്രേമേന്ദ്രൻ അടക്കമുള്ള ഈ പറയുന്ന ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് അടക്കമുള്ള MP-മാർ അവിടെ എന്തിനാ പോയിരിക്കുന്നത്? ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തിനായിരിക്കുന്നത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനും താങ്കളും ഒക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഫിഷറീസ് വകുപ്പ് എന്തിനാണ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് എന്ന ചോദ്യം. മുസ്ലിം ലീഗിന്റെ വിലപേശൽ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിലപേശലായിരുന്നു ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് വേണം. അതിനു വേണ്ടിയിട്ട് അവർ എല്ലാ തരത്തിലുള്ള നിലപാടുകളും സ്വീകരിച്ചു. അതിനു വേണ്ടിയിട്ട് അക്ഷീണമായ പിന്തുണയാണ് ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അവർ കൊടുത്തത്. അങ്ങനെ അവർ അടികൂടി മുന്നണിക്കകത്ത് ബലം പിടിച്ച് വാശി പിടിച്ച് വാങ്ങിയെടുത്ത ഫിഷറീസ് വകുപ്പിനകത്ത് ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥകൾ നടക്കുമ്പോൾ VD സതീശന് ന്യായമായി VD സതീശൻ ഇനി ഞാൻ 1-2 കാര്യങ്ങൾ ഫാക്ട് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങളോട് എനിക്ക് അത് പറയണ്ട. അപ്പോൾ ആ മന്ത്രിക്ക് ഇത്രയും ദിവസമായി അവിടെ എത്താൻ സാധിച്ചില്ല, ഈ കുടുംബങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സർക്കാരിന്റെ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള 3 സീ ബോട്ടുകൾ പ്രതീക്ഷ, പ്രത്യാശ, കരുണ, ഈ 3 സീ ബോട്ടുകൾ ഇന്ന് കട്ടപ്പുറത്താണ്. അതിൽ ഇടതുപക്ഷം എങ്ങനെ തന്നെ ഉത്തരവാദിയാണോ അതുപോലെ തന്നെ ഇന്ന് 3 മാസമായിട്ടുള്ള സർക്കാരും അതിൽ ഉത്തരവാദിത്വമാണ്. കാരണം അവർ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും അതിനെ കറക്റ്റ് ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം ശ്രീ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉണ്ടായിരുന്നു. VD സതീശൻ അന്ന് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ല? ഇനി കേരളത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ. ഞാൻ ചോദിക്കട്ടെ രേണുക, നിങ്ങളൊന്ന് പരിശോധിക്കാൻ ഇറങ്ങണം. മുതലപ്പുഴയിലെ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്ന അപകടങ്ങൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഫിഷറീസ് മന്ത്രിയായിരുന്ന ജോർജ് കുര്യന്റെ നേതൃത്വത്തിലാണ് 177 കോടി രൂപ അനുവദിച്ചത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ മുതലപ്പുഴയിൽ ആരംഭിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അതുപോലെ SDRFന്റെ NDRFന്റെ ഫണ്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആ ഫണ്ടുകളെല്ലാം ഉപയോഗിക്കുന്നത് ഇത്തരം കേരളത്തിന്റെ ഏറ്റവും വലിയ
എന്താ എക്കോണമിയെ താങ്ങി നിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖലയെ ആ മേഖലയെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ മന്ത്രിസഭയ്ക്കും സാധിക്കുന്നില്ലെങ്കിൽ 19 എംപിമാരെ നമ്മൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഡൽഹിയിലേക്ക് അയച്ചിട്ട് അവർക്ക് കേരളത്തിലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തെ ഉന്നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കേരളത്തിനകത്ത് തെരുവോദയങ്ങളിൽ സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കേരളത്തിനകത്ത് ജീവൻ പിടിച്ചു നിർത്തി ജീവൻ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാധാരണപ്പെട്ട പ്രളയ ദുരിതാശ്വാസത്തിൽപ്പെട്ട് ക്യാമ്പുകളിൽ കിടക്കുന്ന സാധാരണക്കാരുടെ വിഷയം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല. എന്തിനാണെന്ന് കേരളത്തിന് ഈ 19 വാഴകൾ അത് ചോദിക്കേണ്ട കേരളത്തിന്റെ പൊതുസമൂഹം. അത്തരത്തിൽ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം അത് ഉണ്ടായേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ട്, BJP-യുടെ 3 MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാവും. ശരി, ശ്രീ ലിനോയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോവുകയാണ്. ലിനോ, നമ്മൾ ഓഖി ദുരന്ത സമയത്ത് എങ്ങനെ വേണം ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്, തെരച്ചിലിൽ മത്സ്യത്തൊഴിലാളികളെ അവരുടെ അനുഭവ സമ്പത്തിനെയൊക്കെ എങ്ങനെ പ്രയോഗിക്കണം എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. 2017 ഓഖി കഴിഞ്ഞതാ ഇത്രയും വർഷം പിന്നിടുമ്പോൾ പോലും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നതാണോ സാഹചര്യം? ഇത് എന്ത് സിസ്റ്റം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു, അതിൽ രാഷ്ട്രീയ ഭേദമില്ല എന്ന് ലിനോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണോ? ഇപ്പോൾ മുഖ്യമന്ത്രി ചില ഉറപ്പുകൾ നൽകുന്നുണ്ട്. ആ ഉറപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഈ നാട് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. താങ്കൾ ഉൾപ്പെടെയുള്ള യുവാക്കൾ വലിയ വേദനയിലും ജോണിന്റെ മകൾ ജിജി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നു. അത് വീണ്ടും സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും മാറ്റം ഉണ്ടാകണം. മാറ്റം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, മാറ്റം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാവുക തന്നെ വേണം. കാരണം 2017 ഓഖി ദുരന്തം സംഭവിച്ചതിന് ശേഷം നാളിതുവരെ, ഇന്ന് നമ്മളിപ്പോ 2026 എത്തി നിന്നിട്ടും സിസ്റ്റത്തിന് ഇന്നിതുവരെ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് മുൻപിരുന്നവരും ഇപ്പോൾ ഇരിക്കുന്നവരും ഒന്ന് വ്യക്തമാക്കണം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ പിന്നിലോട്ട് പോയിട്ടുണ്ടെന്നാണ്. നമ്മുടെ ടെക്നോളജി മുന്നോട്ട് പോയിട്ടും ശാസ്ത്രം മുന്നോട്ട് പോയിട്ടും നമ്മുടെ സിസ്റ്റം പിന്നിലോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റി മത്സ്യത്തൊഴിലാളികളുടെയോ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെയോ നീഡ് അനുസരിച്ച് ആദ്യം മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ കാലാകാലങ്ങളായി സർക്കാരിനോടും ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിനോടും അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്ന ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാവരോടും കാലാകാലങ്ങളായി ചോദിക്കുന്നതാണ് ലോക്കലൈസ്ഡ് വെതർ ഇൻഫർമേഷൻ സർവീസ്. അതായത് പ്രാദേശിക കാലാവസ്ഥ മുന്നറിയിപ്പ് ഞങ്ങൾക്ക് നൽകുവാൻ. ഇവർ ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ 300 ദിവസവും അല്ലെങ്കിൽ ഒരു മാസത്തിൽ 30 ദിവസത്തിൽ ഒരു 20 ദിവസവും ഞങ്ങളോട് കടലിൽ പണിക്ക് പോകരുത്, നിങ്ങൾ വീട്ടിലിരിക്കുന്ന പറഞ്ഞാൽ മതിയോ? ഇവർക്ക് അവിടെ റൂമുകളിൽ ഇരുന്ന് ഇവർക്ക് തോന്നുന്ന കാലാവസ്ഥ പുറപ്പെടുവിച്ചാൽ മതി. കടലിൽ പണിക്ക് പോവാതെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് അന്നം ആര് നൽകും എന്നാണ് ഞങ്ങളുടെ പ്രസക്തമായ ചോദ്യം. ഈ കടലിൽ പണിക്ക് പോവാത്ത ദിവസമുള്ള കോമ്പൻസേഷൻ അതാര് നൽകും? അതിവർ നൽകുന്നുണ്ടോ? അതുമില്ല. നിങ്ങൾ പണിക്ക് പോകരുത് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്ന ദിവസം പണിക്ക് പോയാൽ അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ ഫേസ് ചെയ്യണമെന്നാണ് ഇവർ കൈയൊഴിയുന്നത്. നമ്മൾ കാലാകാലങ്ങളായി ഇവരവിടെ ആവശ്യപ്പെടുന്നത് പ്രാദേശിക തലത്തിലുള്ള കാലാവസ്ഥ മുന്നറിയിപ്പാണ്. അതായത് തിരുവനന്തപുരത്ത് ഇന്ന പ്രദേശങ്ങളിൽ എത്ര കാറ്റ് വീശുമെന്നുള്ള മുന്നറിയിപ്പാണ്, കാലാവസ്ഥ വെതർ ഫോർകാസ്റ്റ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ വെതർ ഇൻഫർമേഷൻ ആണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ എറണാകുളത്തും കോഴിക്കോടും കാറ്റ് വീശുന്ന വെതർ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണ്ട. കാരണം ഞങ്ങൾ അവിടെ പോയി പണിയെടുക്കുന്നവരല്ലേ, ഞങ്ങൾ തിരുവനന്തപുരത്ത് പണിയെടുക്കുന്നവരാണ്. അപ്പോൾ ഏറെ നാളുകളായി ഞങ്ങൾ ഇത് ആവശ്യപ്പെടുകയാണ്. ഇത് നൽകാൻ ഇവർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ടു വേ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെടുകയാണ്. മൂന്നാമത്തെ കാര്യം, മത്സ്യത്തൊഴിലാളികളുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക. അവർക്കറിയാം ചേല്, കാറ്റ്, ദിശയെല്ലാം. പക്ഷെ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെതർ ഫോർകാസ്റ്റ് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തതായി, ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് ഇവർ പുറപ്പെടുവിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളിലേക്ക് ഇത് എത്തുന്നുണ്ടോ? ഏത് സിസ്റ്റത്തിലൂടെയാണ് ഇത് എത്തുന്നത്? മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥ മുന്നറിയിപ്പ് ഇവർ പുറപ്പെടുവിക്കുന്നത് അറിയുന്ന പോലുമില്ല. മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ അറിയാനാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ കാലാവസ്ഥ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നു. ഒരുപക്ഷെ അവരുടെ വെബ്സൈറ്റിൽ പുറപ്പെടുവിക്കുകയായിരിക്കും, ഒരുപക്ഷെ ഫിഷറീസ് ഓഫീസിൽ നൽകുമായിരിക്കും. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെ എത്തുന്നുണ്ട് എന്നിവരെ തിരക്കുന്നുണ്ടോ? ഞാൻ പല മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചു. അവരറിയുന്ന പോലും ഇല്ല ഇവർ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എപ്പോഴാണ്, ഏത് സമയത്താണെന്ന്. ഇപ്പൊ തന്നെ നമ്മൾ ഈ അപകടം നടന്ന ദിവസം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരിട്ടിരിക്കുന്നത്. ഈ 31-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ 12 മണിക്കും 1:30ക്കും ഒക്കെ കടലിൽ പണിക്ക് പോണവരാണ്. അതായത് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നതിന് മുൻപെയാണ് ഈ ജോണങ്ങൾ ഉൾപ്പെടെയുള്ള, അതായത് വിഴിഞ്ഞത്ത് നിന്ന് പണിക്ക് പോയി കാണാതെ ജോണങ്ങൾ ഉൾപ്പെടെയുള്ളവർ പണിക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നത് തന്നെ ഒരു ഫെയിലിയർ ആണ്. കാലാവസ്ഥ മുന്നറിയിപ്പ് സിസ്റ്റം അതുൾപ്പെടെ ഒരു ഫെയിലിയർ ആണ്. അടുത്തത് എനിക്ക് പറയാനുള്ളത്, ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡ് ആയിട്ടിരിക്കുന്ന ശ്രീ ശേഖർ കുര്യാക്കോസിന്റെ ഒരു പ്രസ്താവന ഞാൻ കേൾക്കുകയുണ്ടായി. അവരുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: കമ്മ്യൂണിറ്റി മെച്ചപ്പെടണം എന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് ഇപ്പോഴും പറയുവാനുള്ളത്, കമ്മ്യൂണിറ്റി മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അങ്ങയോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങളോട് നാളിതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ്. ആ നീഡ് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. കമ്മ്യൂണിറ്റിയുടെ നീഡ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കുന്നില്ല. കമ്മ്യൂണിറ്റിയുടെ നീഡ് അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് ലിനോ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഈ 10 വർഷക്കാലമായി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ആ സ്ഥാനത്ത് തുടരുന്നു. ഇത്ര ദുരന്തങ്ങൾ കേരളത്തിലുണ്ടായി, ഓഖി ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായി. അതിൽ ക്രൈസിസ് മാനേജ്മെന്റിൽ വലിയ ഫെയിലിയർ ആണ് നമ്മൾ നേരിട്ടത്. എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് ആ സ്ഥാനത്ത് ഈ 10 വർഷക്കാലമായി വീണ്ടും തുടരുന്നത്? അതിലൊരു മാറ്റം വേണ്ടി. ശരി, അതാണ് ശ്രീ ജിൻഡോ ജോൺ, നോക്കൂ, കാലാകാലങ്ങളായുള്ള വീഴ്ച ഇതിലുണ്ട്, സംവിധാനത്തിന്റെ പരാജയമുണ്ട്. അത് മാറ്റുക എന്നതാണല്ലോ നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് വിശ്വസിച്ചാണല്ലോ നിങ്ങളെ ജനങ്ങൾ അധികാരത്തിലേറ്റിയിരിക്കുന്നത്. നോക്കൂ, എന്നിട്ട് ആ വകുപ്പ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മറ്റ് സമവാക്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ജ്ഞാനവും ഇതിലില്ലാത്ത ഒരു വ്യക്തിക്കാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് ആ വകുപ്പ്. അദ്ദേഹം അതിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒന്ന് എത്താനോ അവരുടെ പരാതികൾ കേൾക്കാനോ പോലുമുള്ള ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ശബ്ദങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ കടന്നൽ കൂട്ടങ്ങൾ ആക്രമിച്ചില്ലാണ്ടാക്കാൻ നോക്കുകയാണ്. കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണല്ലോ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതിനെതിരെ ഒരു ശബ്ദം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ടോ? അവർ സംസാരിച്ചപ്പോൾ അവരെ വേട്ടയാടി കൊല്ലാൻ നോക്കുകയാണ്. ഇന്ന് അതിനെതിരെ അവർക്ക് സംസാരിക്കേണ്ടി വരികയാണ്. ഈ സമീപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പോസിറ്റീവ് ആണെന്ന് കരുതാൻ പറ്റുമോ? മിഷൻ സമുദ്ര പോലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളും അജ്ഞാത ഇൻവെസ്റ്ററുകളുമായിട്ടുള്ള ചർച്ചകളും നടന്നാൽ മതിയോ? തീരമേഖലയ്ക്ക് ഏറ്റവും അടിസ്ഥാനത്തിൽ വേണ്ട അവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടേ ജിൻഡോ? തീർച്ചയായിട്ടും രേണു പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു മാത്രമല്ല, അത് ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇതിന് പരാതി പറയുന്ന ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലപാട് ആരെടുത്താലും അത് തെറ്റാണ്, അത് ശരിയായ മാതൃകയല്ല. പക്ഷെ ഇത്തരം ശരിയല്ലാത്ത മാതൃകകളുടെ കുറെ കാലങ്ങളുടെ അതിന്റെ ചില പഴക്കം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിലൂടെയൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് 100% ഞാൻ യോജിക്കുകയാണ്. നിന്നോ പറഞ്ഞതിനോട് യോജിക്കാൻ കാരണം, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസും UDF-ഉം നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ വീണ്ടും എടുത്ത് കൃത്യമായിട്ട് പറയുകയാണ്, ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ചെയ്തതിനേക്കാൾ കുറവായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇനി കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ സമയത്തിനുള്ളിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ പോലും പല ആളുകളും വ്യക്തിപരമായിട്ട് പരാതി ഉന്നയിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന നിലപാട് നമ്മൾ കാണുന്നുണ്ട്. ഈ സൈബർ സംഘങ്ങളിലുള്ള ആളുകളുടെയൊക്കെ ഉത്തരവാദിത്തം വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനാപരമായി ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട്. അതിനപ്പുറത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് അങ്ങനെ അത്തരത്തിൽ മോശപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് എക്കോ വരുന്നുണ്ട്. നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമുക്ക് തിരുത്താനും നടപടികൾ സ്വീകരിക്കാനും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുരേഷ് കുമാർ പറഞ്ഞത് 5 ദിവസം കഴിഞ്ഞാണ് തെരച്ചിൽ നടപടി ആരംഭിച്ചത് എന്ന്. അതിവൈകാരികമായിട്ട് കള്ളം പറയരുത്. അങ്ങനെയല്ല സംഭവിച്ചത്. തെരച്ചിൽ നടപടികൾ ആരംഭിച്ചു. പക്ഷേ നമുക്ക് കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നതെന്ന് പറഞ്ഞത് ലിനോയ് കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നു. കാര്യക്ഷമം എന്നുള്ള വാക്കുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ 5 ദിവസത്തിന് ശേഷമാണ് തെരച്ചിൽ ആരംഭിച്ചത്. എക്കോ വരുന്നു. എക്കോ ഇല്ലാതാക്കാൻ ഞാൻ PCR-നോട് പറയാം ഇടപെടാൻ. പറഞ്ഞോളൂ ജിൻഡോ, പറഞ്ഞോളൂ.
ഇനി ഒരു കാര്യം കൂടി ഇപ്പോ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം 160 ആളുകൾ മിസ്സിംഗ് ആണ് കടലിൽ. ഈ 160 പേരെ കണ്ടെത്താനായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ഉപയോഗിച്ചു, മറൈൻ ആംബുലൻസ് ഉപയോഗിച്ചു, പല സംവിധാനങ്ങളും, സ്കൂബ ഡൈവിംഗ്, മറ്റു പല സംവിധാനങ്ങളും ഉപയോഗിച്ചു. ഞാൻ ചോദിക്കട്ടെ സുരേഷ് കുമാറിനോട്, കഴിഞ്ഞ 10 വർഷക്കാലം എന്തുകൊണ്ടാണ് 160 പേരെ കടലിൽ കാണാതായിട്ട് തിരിച്ചെത്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോയത്? അത് പിണറായി വിജയന്റെ വ്യക്തിപരമായ ഒരു കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? സുരേഷ് കുമാർ എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള, ഇപ്പോ നിന്നോ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. നമ്മൾ ലോകത്തിന്റെ മുമ്പിലേക്ക് വളർന്നു, അതാണ് ഇതാണെന്നൊക്കെ PR സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്. ഇനി ആ സമയത്ത് ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടത്തിൽ അലമുറയിട്ട് കരയും, സർക്കാരിനെ വിമർശിക്കും, രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. അത് മനസ്സിലാകാതെ അവരെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമില്ലെന്നേ. അത് കേരളത്തിന്റെ ഒരു ദുര്യോഗമാണ്. അതുകൊണ്ട് ഞാൻ പതിച്ചു പറഞ്ഞു അല്ലെങ്കിൽ പതുക്കെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു നടപടിയെ ന്യായീകരിക്കുന്നതാണെന്ന് ഒരു തെറ്റിദ്ധാരണ സുരേഷ് കുമാറിന് വേണ്ട. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയ്ക്ക് ചാനലിൽ വന്നിരുന്ന് പറയൂ എന്നുള്ള കാര്യം നിർബന്ധമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം വ്യത്യസ്തമായിട്ട് പറയാനും ധൈര്യം എനിക്കുണ്ട്. സുരേഷ് കുമാറിനെ പോലെ 10 വർഷക്കാലം ഭരിക്കുന്ന സർക്കാരിന് അടിമപ്പണി ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഈ സർക്കാരിന്റെ കാലത്ത് തെറ്റായ ഒരു വഴക്കമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവമുണ്ട്, അത് നാളെയുമുണ്ട്. അതിന്റെ പേരിൽ ഒരു തരത്തിലും പുറത്താക്കപ്പെടുമെന്നുള്ള ഒരു ഭീഷണിയും എനിക്കില്ല, അതിലൊരു പേടിയുമില്ല. പിന്നെ ഒരു കാര്യം പറയാം, പിന്നെ VD സതീശൻ സർക്കാരിന്റെ നയപരിപാടികളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഞങ്ങൾ തിരുത്തും. അതിനൊരു പരിമിതിയും ഞങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ആ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട മനുഷ്യർ ഇപ്പോഴും തീരത്ത് കണ്ണീരൊഴുക്കി കാത്തിരിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി 10 വർഷം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് മാൻഡേറ്റ് കിട്ടിയില്ല എന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് ഞങ്ങൾക്കുടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ളത് മാത്രമായിരുന്നില്ല, നിങ്ങളുടെ വീഴ്ചയ്ക്കുള്ള ഫലം കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഈ 3 മാസത്തിനുള്ളിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും കുറെ കുറവുകളുണ്ട്. ആ കുറവുകളുടെ സാങ്കേതികവും മറ്റു തരത്തിലുള്ള എല്ലാ പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പോലും ആ മനുഷ്യരുടെ സങ്കടത്തെ കാണാതെ അഭിപ്രായം പറയുന്നത് ഒരു തരത്തിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയമല്ല. അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ അതിനോട് യോജിപ്പുമില്ല. അത് ഉറച്ചു പറയാനുള്ള ഒരു ധൈര്യക്കുറവുമില്ലെന്നേ. സുരേഷ് കുമാറിനെ പോലുള്ള ആളാണ് ഞാൻ. സുരേഷ് കുമാർ തെറ്റിദ്ധരിക്കരുത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 469 പേർ മരിച്ചു. 469 പേർ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ്? നിങ്ങൾ ആരിലാണ് കെട്ടിവെക്കാൻ പോകുന്നത്? അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇപ്പൊ നീനോ തന്നെ പറഞ്ഞില്ലേ, അവിടെ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ 10 വർഷക്കാലം തുടർന്ന അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ യാതൊരു വകതിരിവുമില്ലാതെ ഇത്തരത്തിലുള്ള മനുഷ്യരോട് ഇടപെടുമ്പോൾ അത് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ, അത് തെളിവ് സഹിതം ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ നടപടിയെടുത്തു. ഇനിയും അങ്ങനെ നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ, അതിൽ വേഗത്തിലുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ ആർജവത്തോടെ എടുക്കാനുള്ള ശക്തി കേരളത്തിലെ VD സതീശൻ സർക്കാരിനുണ്ട്. ശരി ജിൻഡോ, വളരെ നല്ല രീതിയിലുള്ളൊരു സമീപനമാണ് അതിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുകൾ ഉൾക്കൊള്ളുന്നു, അതേസമയം മറ്റ് മറുപടിയും പറയുന്നു. ശ്രീ സുരേഷ്, നോക്കൂ, ഇവിടെ ഏറ്റവും ആദ്യം ഇടപെടേണ്ടത് മറൈൻ എൻഫോഴ്സ്മെന്റ് ആണ്. അവരുടെ ആംബുലൻസുകൾ പെട്ടിപ്പുറത്തിരിക്കുകയാണ്. 3 എണ്ണം ഉള്ളതിൽ 2 എണ്ണവും പ്രവർത്തിക്കുന്നില്ല. ഉത്തരവാദി ഈ UDF സർക്കാരാണോ? നമ്മൾ പല ദുരന്തമുഖത്തും, ഏറ്റവും അവസാനമുണ്ടായ വയനാട് ദുരന്തമുഖത്തും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു. കണ്ടുകിട്ടാത്ത മനുഷ്യർ ഇപ്പോഴുമുണ്ട്. പുത്തുമലയിലും മറ്റ് ദുരന്ത മേഖലകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. കടലിൽ പോയവരിൽ തന്നെ കാണാതായ 160 പേർ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് രാഷ്ട്രീയമായ ആരോപണമാണോ ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്? യോക്കയ്ക്ക് ശേഷം എടുത്ത പല തീരുമാനങ്ങളും നടപ്പായില്ല എങ്കിൽ, ആ സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടില്ല എങ്കിൽ അതിന് ഉത്തരവാദി ഈ UDF സർക്കാരാണോ? വെറും 3 മാസം പോലും തികയാറാകുന്ന ഈ UDF സർക്കാരാണോ അതിന്റെ ഉത്തരവാദി? നോക്കൂ രേണുക, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം നടത്തിയിട്ടുള്ള വികാര പ്രകടനമെന്ന് പറയുന്നത് പ്രതീക്ഷ അർപ്പിച്ച ഒരു സർക്കാരിൽ നിന്നും കിട്ടേണ്ടുന്ന പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയിലാണ്ട അഭിപ്രായ പ്രകടനമാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. അതിനൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് കോൺഗ്രസും UDF സർക്കാരും എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. നിങ്ങൾ നോക്കൂ, ഇന്ന് തീരപ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലം വരുന്ന നിയമസഭാ മണ്ഡലത്തിലെ മന്ത്രി,
അവർ ഈ കാര്യം നടക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഞാൻ ആരെയും വ്യക്തിപരമായി പറയാൻ വേണ്ടിയിട്ടില്ല. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പോ ഒരു ജ്വല്ലറിയോ ഉദ്ഘാടനം ചെയ്തിട്ട് ആ ഷോപ്പിലെ ആഭരണങ്ങളെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർക്ക് കമനീയമായി വിവരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കമനീയമായി വിവരിക്കും. ഞാൻ അതിൽ ജിൻഡോ അല്ല കുറ്റക്കാരൻ. ഞാൻ ഒരിക്കലും ഇവിടെ വന്ന കോൺഗ്രസിന്റെ വക്താവിനെ കുറ്റപ്പെടുത്താൻ, പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കപ്പെടുകയാണ്. അത് അങ്ങനെയാണ് ആവർത്തിക്കപ്പെട്ടു വരുന്നത്. ആ ആഭരണത്തെ കുറിച്ച് കമനീയമായി പറയുകയാണ്. ഈ അവസരം ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ ഒരു യുക്തി പ്രയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം. നിങ്ങളെ പറഞ്ഞപ്പോൾ ഞാൻ സംഘടനയോട് കേട്ടിരുന്നതാണ്. എനിക്ക് രണ്ടുപേർക്കും മറുപടി പറയാനുണ്ട്. ഇവിടെ BJP-യുടെ ആ യുക്തിയില്ലായ്മ നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിമർശിക്കും. നിങ്ങളുടെ പ്രയോറിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ ചോദ്യം ഉന്നയിക്കും. ഞങ്ങൾ ലേമാൻസ്, ഞങ്ങൾ സാധാരണക്കാർ, ഞങ്ങൾ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രയോറിറ്റി കടലോരത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പുകയാണോ അതോ ജ്വല്ലറി ഉദ്ഘാടനമാണോ? നിങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്നുള്ളത് ഞങ്ങളുടെ പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യന് അധികാരത്തിന് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പെരട്ടിയിലെ മഷി, ആ മഷി ഞാനെന്ന് പറയുന്ന ജനം, ആ പെരട്ടിയ മഷിയുടെ ഉത്തരവാദിത്തത്തിന്മേലാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ BJP-യുടെ പ്രതിനിധി അന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും MLA ആയിട്ടുള്ള ആള് വിമർശനം ഉന്നയിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാൻ കഴിയില്ല. അന്ന് എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ഇവിടെ എന്താണെന്ന് അറിയാമോ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് MLA തയ്യാറല്ല. ഇതാണ് പങ്കുകച്ചവടം. ഞാൻ ചോദിച്ചതിനെ കുറിച്ച് ഒറ്റ മിനിറ്റ് മാത്രം തന്നാ മതി. മുഖ്യമന്ത്രി വിമർശിക്കാൻ തയ്യാറല്ല. കാണാതായവരുടെ തിരയുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ അലംഭാവം കാട്ടിയാൽ LDF സ്വാഭാവികമായിട്ടും ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, വയനാട് ദുരന്തമുണ്ടായി. പ്രധാനമന്ത്രി ഇവിടെ പറന്നെത്തി, ഒരു കുഞ്ഞിനോടൊപ്പം നിന്ന് ഫോട്ടോഷോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ അദ്ദേഹം മടങ്ങിപ്പോയി. അദ്ദേഹം എന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെ അയച്ചു കൊടുത്ത ഹെലികോപ്റ്ററിന് പലിശ സഹിതം പണം ആ ധനകാര്യ മന്ത്രാലയം വഴി ആവശ്യപ്പെട്ടു. നൽകിയ അരി, പട്ടിണി താങ്ങാൻ വേണ്ടി നൽകിയ അരി, ആ അരിക്ക് സിവിൽ സപ്ലൈസിനോട് പലിശയും മുതലുമായി ചേർത്ത് വൻ എമൗണ്ട് തിരിച്ചീടാക്കി. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടിയിട്ടുള്ള കരുണാമയമായിട്ടുള്ള ഇടപെടലുകൾ. ഞാൻ പറയുന്നു, ഇവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ബോട്ടോ അല്ലെങ്കിൽ കപ്പലോ മറ്റേതെങ്കിലും ഉപകരണങ്ങളോ കട്ടപ്പുറത്തായിട്ടുണ്ട് എങ്കിൽ അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഭാഗത്ത് തലയിൽ കൊണ്ടുവയ്ക്കേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളിപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കാണാതായ ആളുകളെ സംരക്ഷിക്കുക, അവരെ മടക്കി കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തുക. ആ ഇടപെടൽ അല്പമെങ്കിലും ആത്മാർത്ഥതയോടെ കാര്യങ്ങളെ സമീപിക്കുന്നു. ആത്മാർത്ഥതയോടുള്ള സമീപനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത്. കടലിൽ പോയവരെ കാണുക, കണ്ടെത്തുക എന്നുള്ളത് ഏതാനും ദിവസം കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ആത്മാർത്ഥതയാണ് ഈ കണ്ണീരൊപ്പാൻ. കേരളത്തിന് ഒറ്റ മുഖ്യമന്ത്രി കടലോര ജനതയുടെ രീതി എന്താണെന്ന് എന്ന് ആത്മാർത്ഥതയുടെ മറ്റൊരു ഉദാഹരണമാണ്. കേരളത്തിനകത്ത് ഇപ്പോൾ സുരേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ളത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലാണ്. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം ആ അമ്മയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ വിഷയത്തെ ഞാൻ അതുകൊണ്ടാണ് രാഷ്ട്രീയമായി ഞങ്ങൾ അതിന് മുന്നിൽ വിഷയങ്ങളിൽ കൃത്യമായി മുഖ്യമന്ത്രിയെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ സഖാവ് പിണറായി വിജയനാണ് ഈ പറയുന്ന VD സതീശനെ കാണുമ്പോൾ കൊഞ്ചാനും കുഴയാനും ഒക്കെ തോന്നുന്നു. ഞങ്ങൾക്ക് അത് തോന്നേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ താങ്കൾ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. അതായത് CPM-ന്റെ ഞാൻ ഈ ഒരു സമയം താങ്കളുടെ സമയത്ത് ഉപയോഗിച്ചില്ല. താങ്കളുടെ സമയത്ത് അതായത് CPM-ന്റെ പോരാളി ഷാജിമാർ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ അതേ സമയം കൃത്യമായി അദ്ദേഹത്തിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ ഇപ്പൊ ജിണ്ടോട് പറഞ്ഞ അതേ കാര്യം എനിക്ക് താങ്കളോടും പറയാനുള്ളത്. ആ മാന്യത താങ്കൾ കാണിക്കും. അതായത് ഈ
ഇത്തരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ സമയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇവിടെ ഇരുന്ന് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, ഇവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ആകെ പാളി നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ തെളിവാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന ബോട്ടുകൾ ഇതെല്ലാം 2 മാസം കൊണ്ട് കേടായി മാറി നിൽക്കുന്നതല്ല എന്നുള്ളത് അവരെ കൂടി ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് എന്ന് അവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ കണ്ണടച്ച് വെടിവെക്കുന്ന പരിപാടി CPM അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അതിൽ നിന്ന് CPM-നെ പഴിചാരി കോൺഗ്രസ് രക്ഷപ്പെടാൻ സാധിക്കുന്ന രീതിയിലല്ല കേരളത്തിൽ നിങ്ങളാണ് അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവന് സർക്കാർ വില കൽപ്പിക്കുന്നില്ലേ എന്നതായിരുന്നു നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 71% പേർ, അല്ല എന്ന് പറയുന്നത് 25% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 4% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. എന്തായാലും തെരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. കുടുംബങ്ങളുടെ കാത്തിരിപ്പ് തുടരുകയാണ്. വളരെ വേഗത്തിൽ അവരെ കണ്ടെത്താനാകട്ടെ എന്ന് ആശിക്കുന്നു. ടൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.